സാലഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഡക്ക് വെച്ചിട്ടുള്ള ഡിഷാണ്. ഡക്കിനെ നന്നായിട്ട് ഒരു പേസ്റ്റെല്ലാം വെച്ച് സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ അകത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമെല്ലാം ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയ ഒരു ഓൾ ഡക്കാണ് എടുക്കുന്നത്. ഏകദേശം 1.5 കിലോയുടെ മുകളിൽ വെയിറ്റുള്ള ഒരു ഡക്ക് അങ്ങനെ തന്നെ കഴുകി വൃത്തിയായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ചെറുതായിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത്, 12 വെളുത്തുള്ളി അല്ലി അതും ചതച്ചെടുത്തത്, 2 പച്ചമുളക് നടുക കീറിയത്, വലിയൊരു സവാള ചെറുതായി അരിഞ്ഞെടുത്തത്, 5 ടേബിൾ സ്പൂൺ ബട്ടർ എടുക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ, 20 കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്തിട്ടതാണ് 10 മിനിറ്റ്, ബേ ലീവ്സ് എടുക്കുന്നുണ്ട്. ചെറുതായതുകൊണ്ട് 2 എടുക്കുന്നത്, വലുതാണെങ്കിൽ 1 എടുക്കുക, 1 കപ്പ് മിൽക്ക്, 3/4 കപ്പിൻ്റെ അടുത്ത് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്, 6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തത്, ക്രീമിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 പിഞ്ച് നട്ട്മഗ് ജാതിക്ക ചെറുതായിട്ട് പൊടിച്ചെടുത്തത് 1 പിഞ്ച് എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ശർക്കര, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വിനാഗിരി, ഈ വലുപ്പമുള്ള റെഡ് ക്യാപ്സിക്കം. നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. കുക്കിങ്ങിന് മുന്നേ ഞാൻ പറയാം, ഡക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മീറ്റ് നല്ല ഹാർഡായിട്ടുള്ള മീറ്റാണ്. അത് കുക്ക് ചെയ്തെടുക്കാൻ നല്ല ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് 3/4 മണിക്കൂർ ഒരു സൈഡും അതേപോലെ മറിച്ചിട്ട് അടുത്ത സൈഡും കുക്ക് ചെയ്തെടുക്കണം. അതുകൊണ്ട് ഏകദേശം 1.5 മണിക്കൂറിൻ്റെ കുക്കിംഗ് ടൈം ഉണ്ടാവും ഇതിന്, ഡക്ക് മാത്രം വേവിച്ചെടുക്കാൻ. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതേപോലെ വലിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഡക്ക് അങ്ങനെ തന്നെ വേവിച്ചെടുക്കാനുള്ളതുകൊണ്ട് നല്ല വലുപ്പമുള്ളൊരു പാൻ തന്നെ വേണം. പാൻ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ, കൂട്ടത്തിൽ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ നന്നായി ചൂടായ ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 10 സെക്കൻഡ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് സവാള കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് ഇളക്കുക. 1 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. 1 മിനിറ്റിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് വെച്ച് വൃത്തിയാക്കി വെച്ച ഡക്ക് അതിൻ്റെ ചെസ്റ്റ് പാട് താഴത്തേക്കാക്കി അങ്ങനെ തന്നെ ഇതിലേക്ക് ഇറക്കി വയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡക്ക് മുഴുവനായിട്ട് ഇതിൽ മുങ്ങിക്കിടക്കണം. ഇതേപോലെ ഡക്ക് നന്നായിട്ടൊന്ന് പ്ലേസ് ചെയ്യുക. ഇതിലേക്ക് ബേ ലീവ്സ്, കുരുമുളക്, ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ലിറ്റർ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1.5 ലിറ്റർ അളവ് തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കരുത്. കാരണം ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ഇത് മുങ്ങാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് ഒഴിക്കേണ്ട. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. അതിനുശേഷം തുറന്ന് മറിച്ചിട്ട് വീണ്ടും 45 മിനിറ്റ് കൂടി കുക്ക് ചെയ്യണം. 45 മിനിറ്റ് ശേഷം മൂടി തുറന്ന് ഇതിനി ഇങ്ങനെ തന്നെ മറിച്ചിട്ട് 45 മിനിറ്റ് മറിച്ചിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. ഇപ്പോൾ മൊത്തം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഈ ഡക്ക് മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് ഈ റെഡ് ക്യാപ്സിക്കം അടുപ്പത്ത് വെച്ച് ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ചൊന്ന് നന്നായിട്ട് പൊള്ളിച്ചെടുക്കാം. ഇതേപോലെ തൊണ്ട് കളഞ്ഞെടുക്കുക. ആ ക്യാപ്സിക്കം ഇതേപോലെ മിക്സിയിൽ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചേർന്ന കാഷ്യൂനട്ടും ആ മിൽക്കിനകത്ത് ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. പാൻ ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കണം. ബട്ടർ ചൂടായ ശേഷം അതിലേക്ക് അരച്ച് വെച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം നന്നായി മിക്സ് ചെയ്ത് ഇതിലെ വെള്ളം ഒന്ന് വറ്റി തുടങ്ങണം. ഇതിലെ വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങുമ്പോൾ അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ, ശർക്കര, ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായി മിക്സ് ചെയ്ത്
നല്ല സ്റ്റിക്കി ആവുന്ന പരുവത്തിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി നല്ല തിക്കായിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിനകത്തേക്ക് ബാക്കിയുള്ള 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് ഗാർലിക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറിയ ശേഷം അതിലേക്ക് അരച്ച് വെച്ച കാഷ്നട്ട് മിൽക്ക് ചേർത്ത് കൊടുക്കുക. കൂടുതൽ 1/2 കപ്പ് അരിച്ച് വെച്ച ഡക്ക് ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത ആ സ്റ്റോക്ക് കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായി ഇളക്കുക. ഇതൊന്ന് തിക്കായി വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് പതിയെ തിക്കായി വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഉപ്പ്, നട്ട്മഗ്, ജാതിക്ക പൊടിച്ചത്, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയ ശേഷം ഇതിലേക്ക് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്ത് നല്ല തിക്ക് ആൻഡ് ഗ്ലോസി ആയി വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് നല്ല തിക്കായി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഇത് സെർവ് ചെയ്യേണ്ട പ്ലേറ്റിലേക്ക് അങ്ങനെ തന്നെ നമുക്ക് ഇറക്കി വയ്ക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്യാപ്സിക്കം നമുക്ക് പതിയെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് പതിയെ തയ്യാറാക്കി വെച്ച സോസ് കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായി കട്ട് ചെയ്ത കൊറിയൻഡറോ അല്ലെങ്കിൽ പാഴ്സലിയോ പതിയെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്. സോ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും എല്ലാം അയച്ചു കൊടുക്കുക. ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.